ഓ സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാ സജ്ജനങ്ങൾക്കും സാദര പ്രണാമം. ഹരനാമകീർത്തന പഠനത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഭഗവാന്റെയും ഗുരുപരമ്പരയുടെയും എഴുത്തച്ഛൻ്റെയും പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് പഠനം പുനരാരംഭിക്കാം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ. നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ. എഴുത്തച്ഛൻ തൊട്ടു മുമ്പ് കുണ്ടലിനി യോഗ അഭ്യാസം മുതലായ അഭ്യാസങ്ങൾ ചെയ്യുമ്പോഴും അതിലെ സാക്ഷാത്കാരത്തിലെത്തുമ്പോഴും ഭഗവത് അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ആ സാക്ഷാത്കാരത്തിലേക്ക് ഉയരുവാൻ അഭ്യാസികൾക്ക് സാധിക്കൂ എന്ന് നമ്മൾക്ക് പറഞ്ഞു തന്നു. അതിനു മുമ്പ് ഈ ശാസ്ത്രീയ സംഗീതത്തിൻ്റെ ഉദാഹരണം നമ്മൾക്ക് പറഞ്ഞു തന്നു. ഈ ശാസ്ത്രീയ സംഗീത അഭ്യാസികൾ അവരെന്താണ് പല പല കീർത്തനങ്ങളിലൂടെ പല പല ഗീതങ്ങളിലൂടെ ആ ഗീതങ്ങളിലൊക്കെ വിവിധങ്ങളായ ശ്രുതികൾ ഉപയോഗിച്ചുകൊണ്ട് അല്ലെ ഒരുപാട് രാഗങ്ങളൊക്കെ ഉപയോഗിച്ച് അവർ അഭ്യാസം നടത്തുന്നു. അപ്പോൾ ഇവിടെ പറയുകയാണ്, ഏത് രാഗവും ഏത് ഈണത്തിലോ താളത്തിലോ ഒക്കെ ചൊല്ലുമ്പോഴും കീർത്തനം ആലപിക്കുമ്പോഴും അതിലടങ്ങിയിരിക്കുന്ന ഓരോ അക്ഷരത്തിൻ്റെയും ബീജാക്ഷര മന്ത്രം ഓങ്കാരമാകുന്നു. അപ്പോൾ ഓങ്കാരത്തിൽ നിന്നാണ് സർവനാമങ്ങളും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ആ നാമങ്ങളിലേക്ക് ഗീതങ്ങളിലേക്കും ഈണത്തിലേക്കും കൂടുതൽ ശ്രദ്ധിക്കാതെ നാമിയിലേക്ക് നമ്മളുടെ മനസ്സിനെ തിരിച്ച് വിടുകയാണ് എഴുത്തച്ഛൻ ചെയ്തത്. അപ്പോൾ എന്തും ജപിക്കുമ്പോഴും ഏത് ഈണത്തിൽ ജപിച്ചാലും സന്തോഷം തന്നെ. പക്ഷേ എന്ത് ജപിക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ ഞാൻ പ്രണവമാണ് ജപിക്കുന്നത് എന്നുള്ള ഓർമ്മയുണ്ടാകണം. പ്രാണായാമാദി സാധനങ്ങൾ ചെയ്യുമ്പോഴും അത് ഭഗവത് സായുജ്യത്തിന് വേണ്ടിയാണ് ഞാൻ ഈ യോഗങ്ങൾ അഭ്യസിക്കുന്നത്. കാമം ക്രോധം മുതലായ അഷ്ടരാഗങ്ങൾ എന്നിൽ നിന്നും മാറണേ എന്നുള്ള പ്രാർത്ഥനയായിരിക്കണേ ഏത് അഭ്യാസത്തിനും നമ്മളുടെ ലക്ഷ്യമായി മുന്നിൽ ഉണ്ടാവേണ്ടത് എന്ന് ഓർമ്മിപ്പിച്ചു തരികയായിരുന്നു മുമ്പുള്ള പദ്യങ്ങളിലൂടെ. ഇനി നമ്മൾക്ക് പുതിയ പദ്യത്തിലേക്ക് പ്രവേശിക്കാം. 43-ാമത്തെ ശ്ലോകം മുതലാണ് ഇനി നമ്മൾക്ക് കാണേണ്ടത്. ധക്കാമൃദംഗ തുടി താളങ്ങൾ പോലെ ഉടൻ ഓർക്കാം അന്നിലയിൽ എന്നോടമോർത്തു മമ നിൽക്കുന്നതില്ല മനമാളാനബദ്ധകരി മന ആളാനബദ്ധകരി നീ തീൻ കണ്ട പോലെ ഹരിനാരായണായ നമ. നമുക്കൊന്ന് പാരായണം ചെയ്യാം. ഢക്കാമൃദംഗ തുടി താളങ്ങൾ പോലെയുടൻ ഓർക്കാമതിന്നിലയിലെന്നോടമോർത്തു മമ നിൽക്കുന്നതില്ല മനമാളാനബദ്ധകരി
തീൻ കണ്ട പോലെ ഹരിനാരായണായ നമഃ. ഢക്കാമൃദംഗതുടി താളങ്ങൾ പോലെയുടൻ ഓർക്കാമതിൻ നിലയിലെന്നോടമോർത്തു മമ. നിൽക്കുന്നതില്ല മനമാളാനബദ്ധകരി തീൻ കണ്ട പോലെ ഹരി നാരായണായ നമഃ. നാരായണായ നമഃ നാരായണായ നമഃ നാരായണായ നമഃ നാരായണായ നമഃ. നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമഃ. ഢക്കാമൃദംഗ തുടി താളങ്ങൾ പോലെ. പറ, മൃദംഗം, തുടി തുടങ്ങിയ വാദ്യങ്ങളുടെ താളം പോലെയുള്ള ശബ്ദത്തിൽ മുഴങ്ങുന്നത്. ഈ ശബ്ദം മുഴങ്ങുമ്പോൾ ഉടൻ ഓർക്കാം, അപ്പോൾ തന്നെ നമുക്ക് ചിന്തിക്കാം, അന്നിലയിൽ ആ അവസ്ഥയിൽ എന്നേടമോർത്തു മമ എന്ന കാര്യം വിചാരിച്ച് എൻ്റെ മനസ്സിൽ, അല്ലേ, മമ മനസ്സിൽ, മന അടുത്തതിൽ വരുന്നുണ്ട്. നിൽക്കുന്നതില്ല മന എൻ്റെ മനസ്സ് ആളാനബദ്ധകരി, ആളാനത്തിൽ കെട്ടപ്പെട്ട ഒരു ആനയെ പോലെ. അതായത് ആളാനം എന്ന് വെച്ചാൽ ഈ ആനയെ തളയ്ക്കുന്ന കുറ്റി, ആ കുറ്റിയിൽ കെട്ടപ്പെട്ട ആനയെ പോലെ. തീൻ കണ്ട പോലെ ആഹാരം, ആ ആന എന്താണ്, ആഹാരം കണ്ടപ്പോഴുള്ള ആനയുടെ ആ മനോഭാവം പോലെയാണ് ഹരി നാരായണായ എന്ന് പറയുകയാണ്. അതായത് മുമ്പ് സൂചിപ്പിച്ച യോഗ അവസ്ഥയുടെ അതിൻ്റെ തുടർച്ചയാണ് ഈ ശ്ലോകവും. ഢ എന്ന അക്ഷരത്തോടു കൂടി ഈ പദ്യം ആരംഭിക്കുകയാണ് എഴുത്തച്ഛൻ ചെയ്യുന്നത്. ഈ യോഗ അവസ്ഥകളിൽ ഢക്ക, മൃദംഗം, തുടി മുതലായ താളങ്ങൾ കേൾക്കുന്ന അനുഭവം ഉണ്ടാകുന്നത് ആസ്വദിക്കാമെന്ന് വിചാരിച്ച് എന്താണ്, ഈ കെട്ടുകുറ്റിയിൽ തളയ്ക്കപ്പെട്ട ആന അങ്ങ് ദൂരെ ആഹാര സാധനം കണ്ടാൽ എന്താണ്, ആനയുടെ മനസ്സ് അസ്വസ്ഥമാകുമല്ലേ? അതുപോലെ അസ്വസ്ഥമാണ് ഹരേ നാരായണ ഞാനും എന്ന് പറയുകയാണ്. കുണ്ടലിനി യോഗം അഭ്യസിക്കുന്ന യോഗിക്ക് കുണ്ടലിനി ഉണരുന്ന ഘട്ടത്തിൽ പലതരത്തിലുള്ള തേജോമയങ്ങളായ പ്രകാശപൂരിതമായ ദർശനങ്ങൾ ഉണ്ടാകും. ആ ആഹ്ലാദപരമായ നാദങ്ങളും കാണുകയും കേൾക്കുകയും ചെയ്യുന്ന അനുഭവം ഉണ്ടാകുമെന്നാണ് ഈ യോഗശാസ്ത്രങ്ങൾ വിവരിക്കുന്നത്. അത് വളരെ സൂക്ഷ്മമായ ഒരു സാധനയിലൂടെ കടന്നു പോകുമ്പോൾ അനുഭൂതി ഉണ്ടാകും. അത്രമാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. ഈ യോഗ അഭ്യസിക്കുന്ന ഈ അഭ്യാസകന് ഈ യോഗത്തിലൂടെ കിട്ടുന്ന ഫലമായി പല 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 ദിവ്യങ്ങളായ അനുഭൂതികൾ ഉണ്ടാകും. ഇവർ ഈ യോഗത്തിലൂടെ എന്താണ്, ശബ്ദബ്രഹ്മവുമായി ഏകീഭവിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ശബ്ദബ്രഹ്മത്തിൻ്റെ സ്വരങ്ങളായി ഇവർ മൃദംഗവാദ്യങ്ങളൊക്കെ കേൾക്കും എന്ന് പറയുന്നു. അതിനെയാണ് ഇവിടെ ഢക്കാ, മൃദംഗം മുതലായ വാദ്യങ്ങളുടെ ശബ്ദമായി ഉപമിച്ചിരിക്കുന്നത്, അല്ലേ? അതായത് അത് മുഴങ്ങുന്ന ശബ്ദം പോലെ ഇവരുടെ യോഗ ശക്തി ഉണരുമ്പോൾ ഇവരിൽ നിന്നും, അല്ലേ, അങ്ങനെയുള്ള ശബ്ദങ്ങൾ അവർക്ക് കേൾക്കാൻ സാധിക്കും എന്ന് പറയുന്നത്. അഭ്യസിക്കുന്നവർ വളരെ രഹസ്യമായിട്ടാണ് ഇതെല്ലാം കേൾക്കുന്നതും സാധാരണക്കാർക്ക് ഇത് വളരെ പ്രയാസകരം തന്നെയാണ്. അപ്പോൾ നാം ആ അഭ്യാസത്തിലേക്ക് പോകുന്നില്ലെങ്കിലും നമ്മളുടെ മനസ്സ് മുമ്പ് പറഞ്ഞതുപോലെ തന്നെ എന്താണ്, ഇതൊക്കെ ഏതൊരു നാദം കേട്ടാലും ആ പ്രണവ മന്ത്രത്തിൽ നിന്നുമാണ് ഇവയൊക്കെ ഉത്ഭവിച്ചിരിക്കുന്നത്. പരമാത്മാവിൻ്റെ ശബ്ദമാണ് ഏതൊരു അഭ്യാസിയും കേൾക്കുന്നത് എന്നതായിരിക്കണം നമ്മളുടെ ശ്രദ്ധ. അങ്ങനെ ഇവർ ഈ പരമാത്മ ചൈതന്യവുമായി ഏകീഭവിക്കുമ്പോൾ
ഈ ദുഃഖങ്ങളൊന്നും ഇവരെ സ്പർശിക്കില്ല. അവർ വളരെ ആനന്ദമായ ഒരു അനുഭൂതിയിലാണ് എന്നാണ് പറയുന്നത്. അവർക്കെന്താണ് അപ്പോൾ മനസ്സൊക്കെ ശാന്തമാകും, ഒരു ചഞ്ചലത്വവും ഉണ്ടാവില്ല എന്ന് പറയുന്നു. അതുതന്നെ ഈ ചഞ്ചലഭാവത്തെ വളരെ മനോഹരമായി അല്ലേ, ഇപ്പോൾ നമ്മളുടെ അവസ്ഥ എന്ത്, അതിനെ ഉപമ കൊണ്ട് എഴുത്തച്ഛൻ പറയുന്നു. ആളാന ബദ്ധകരി തീൻ കണ്ട പോലെ. അതായത് ആനയെ തളയ്ക്കുന്ന കുറ്റിയാണ് ആളാനം. ഒരു ചങ്ങല കൊണ്ട് ആനയുടെ കാല് കുറ്റിയുമായി ബന്ധിപ്പിച്ചിരിക്കുകയാണ്. ചങ്ങലയുടെ നീളം എത്രത്തോളം ഉണ്ടോ ആ നീളം അനുവദിക്കുന്നിടത്തോളം എന്താണ് ആനയ്ക്ക് ചലിക്കാൻ സാധിക്കും അല്ലേ. ആ ചങ്ങലയുടെ നീളത്തിനനുസരിച്ച് ആന ഇങ്ങനെ ചലിച്ചുകൊണ്ടേയിരിക്കും. അപ്പോഴെന്താണ്, അല്പം അകലെയായി ആനയ്ക്കിഷ്ടപ്പെട്ട തീറ്റ അല്ലേ, പട്ടയോ അല്ലേ, അല്ലെങ്കിൽ എന്താണോ ആനയ്ക്കിഷ്ടപ്പെട്ട ആഹാര സാധനങ്ങൾ അത് കാണുന്നു. അപ്പോൾ ആനയ്ക്ക് എന്താ, വിശപ്പുണ്ട് അല്ലേ. വലിയൊരു സസ്യബുക്കാണെങ്കിലും വലിയൊരു ജീവി തന്നെയാണ് ആന അല്ലേ. ആ തീറ്റയുടെ സ്വാദ് ആസ്വദിക്കുവാനുള്ള ആഗ്രഹമുണ്ട് ആനയ്ക്ക്. പക്ഷെ എന്താണ്, എത്തിപ്പിടിക്കാൻ ചങ്ങല അനുവദിക്കുന്നുമില്ല. അപ്പോഴെന്താണ്, ഈ കുറ്റിക്ക് ചുറ്റും ഇങ്ങനെ ഓടി 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 നടക്കാനേ ആനയ്ക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ ആനയ്ക്ക് ദേഷ്യം വരും അല്ലേ, ആഹാരം കിട്ടാണ്ട് വിഷമമാവും. ഇതുപോലെയാണ് നമ്മളുടെ മനസ്സും അല്ലേ. നമ്മളുടെ മനസ്സും ഈ വിഷയത്തിൽ നമ്മളും ബന്ധിച്ചിരിക്കുകയാണ്. ആ ജീവൻ്റെ സ്ഥിതിയെയാണ് ഇവിടെ എഴുത്തച്ഛൻ ഉദാഹരണമായി പറഞ്ഞിരിക്കുന്നത്. ആനയ്ക്ക് ആ കുറ്റി പറിച്ചെറിയാനോ ചങ്ങല പൊട്ടിക്കാനോ ഉള്ള ശക്തിയുണ്ട്. ശക്തി ഉണ്ടെന്ന കാര്യമോ അതെങ്ങനെ പറിച്ചെറിയണമെന്നോ ആനയ്ക്കറിയില്ല. അതുപോലെയാണ് നമ്മളും അല്ലേ. ഈ ആനയുടെ വലിയ ചെവി, ആനയുടെ ആ എത്രമാത്രം തനിക്ക് പിന്നിലോട്ട് ശരീരമുണ്ട്, അതിൻ്റെ ആ ഒരു വലിപ്പം ആനയ്ക്ക് മനസ്സിലാകുന്നില്ല. അത്രമാത്രം ഞാൻ ശക്തനാണ് എന്ന് ആനയ്ക്ക് അറിയില്ല. കാരണം അത്രമാത്രം വിവേകമേ അതിനുള്ളൂ. അതുപോലെയാണ് നാമും. വിഷയബന്ധങ്ങളിൽ നമ്മളും ബന്ധപ്പെട്ടിരിക്കുകയാണ്. അത് പൊട്ടിച്ചറിയാനുള്ള കഴിവ് നാമാകുന്ന മനുഷ്യർക്കുണ്ടെങ്കിലും നമ്മളെ ആ ബന്ധനം തളച്ചിട്ടിരിക്കുന്നതുകൊണ്ട് നമുക്കത് പൊട്ടിച്ചറിയാൻ സാധിക്കുന്നില്ല. അതിൻ്റെ ഫലം എന്താ, നമ്മൾക്ക് ആഹാരം കിട്ടുന്നില്ല. അതായത് നമ്മൾക്ക് അകലെ സുഖമിരിപ്പുണ്ടെങ്കിലും അതിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ പരിണിത ഫലം എന്താണ്, ദുഃഖം മാത്രം അല്ലേ. ഈ അവസ്ഥയാണ് ഇവിടെ ആചാര്യൻ വിവരിച്ചു തരുന്നത്. നമ്മൾക്ക് ഇതിനെ പൊട്ടിച്ചറിയണമെങ്കിൽ, ഈ ബന്ധനത്തിനെ പൊട്ടിച്ചറിയണമെങ്കിൽ എന്ത് വേണം, ഈശ്വരാനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമേ സാധിക്കൂ. നമ്മളുടെ മനസ്സിന് ഉറപ്പ് വേണം, ലോകത്തിനോട് വിരക്തി വേണം. അതൊക്കെ നൽകി എന്നെ അനുഗ്രഹിക്കണേ എന്ന് പറയും. എങ്ങനെയാണോ കുണ്ടലിനി ഉണരുമ്പോൾ ആ യോഗ അഭ്യാസികൾക്ക് ദിവ്യദർശനങ്ങളുണ്ടായി, അവർ ഈ ഢക്ക മൃദംഗാദി നാദത്തേക്കാൾ ആനന്ദകരമായ ഈ ശബ്ദം അവർ കേൾക്കുന്നത്, അവർക്ക് അനുഭവിക്കുന്നത്, അതുപോലെ നാമും ഈ ബന്ധനത്തിൽ നിന്നും മുക്തരായാൽ നമ്മൾക്കും ഈശ്വര അനുഭൂതി ഉണ്ടാകും. അതാണ് ഏറ്റവും വലിയ ആനന്ദം എന്ന് പറഞ്ഞു തരികയാണ് രണ്ട് ഉദാഹരണങ്ങളിലൂടെ. നമ്മൾക്കും ഈ ബന്ധനത്തിൽ നിന്നും മുക്തി തരാനായി ഭഗവാനോട് പ്രാർത്ഥിക്കാം. ഢക്കാമൃദംഗ തുടി താളങ്ങൾ പോലെയുടനോർക്കാമതില്ല എന്നോടമൂർത്തുമമം നിൽക്കുന്നതില്ല മനമാളാന ബദ്ധകരി തീൻ കണ്ട പോലെ ഹരിനാരായണായ നമഃ. അടുത്ത ശ്ലോകത്തിലേക്ക് നമുക്ക് പോകാം. 44-ാമത്തെ ശ്ലോകം. നത്വം വരും പരിചു കർമ്മ വ്യപായമിഹ മധ്യേ ഭവിക്കിലും അതില്ലെങ്കിലും കിമപി തത്വാദിയിൽ പരമുദിച്ചോരു ബോധമതു ചിത്തേ വരേണ്ടതിഹ നാരായണായ നമഃ.
ഒരുമിച്ച് പാരായണം ചെയ്യാം. നത്വം വരും പരിചു കർമ്മവ്യപായമിഹ മധ്യേ ഭവിക്കിലുമതില്ലെങ്കിലും കിമപി തത്വാദിയിൽ പരമുദിച്ചോരു ബോധമതു ചിത്തേ വരേണ്ടതിഹ നാരായണായ നമഃ. നത്വം വരും പരിചു കർമ്മവ്യപായമിഹ മധ്യേ ഭവിക്കിലുമതില്ലെങ്കിലും കിമപി തത്വാദിയിൽ പരമുദിച്ചോരു ബോധമതു ചിത്തേ വരേണ്ടതിഹ നാരായണായ നമഃ. നാരായണായ നമഃ നാരായണായ നമഃ നാരായണായ നമഃ നാരായണായ നമഃ. നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമഃ. നത്വം വരും പരിചു കർമ്മ വ്യപായമിഹം. നത്വം വരും. നത്വം എന്ന് വെച്ചാൽ ജ്ഞാനം. ന എന്ന അക്ഷരത്തോടു കൂടിയാണ് ഇവിടെ ആചാര്യൻ ഈ പദ്യം ആരംഭിക്കുന്നത്. നത്വം ജ്ഞാനം, വരും പരിച് ഉണ്ടാകുന്ന മുറയ്ക്ക്, കർമ്മവ്യപായം കർമ്മ നിവൃത്തി, കർമ്മങ്ങൾ ഇല്ലാണ്ടാകും. ഇഹ മധ്യേ മധ്യത്തിൽ, ഭവിക്കലും ഉണ്ടായാലും, അത് ഇല്ലെങ്കിലും ഉണ്ടായിട്ടില്ലെങ്കിലും എന്നാണ് പറയുക. കിമപി അല്പം പോലും. നത്വം വരും പരിചു കർമ്മവ്യപായമിഹ മധ്യേ ഭവിക്കിലുമതില്ലെങ്കിലും കിമപി തത്വാദിയിൽ പരമുദിച്ചോരു ബോധം ഇതു. തത്വാദിയിൽ തത്വങ്ങളുടെ ആരംഭത്തിൽ പരം ശ്രേഷ്ഠമായ ഉദിച്ചോരു ഉണ്ടായ, അല്ല ഉദിക്കുക എന്ന് വെച്ചാൽ ഉണ്ടാകുക. എന്തുദിച്ചു? ബോധം, അറിവ് അല്ലേ. അതു ചിത്തേ ആ അറിവ് എൻ്റെ മനസ്സിൽ വരേണ്ടതിഹ തോന്നേണമേ അല്ലയോ നാരായണ എന്ന്. അതായത് എന്താണ് ആചാര്യൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, അല്ലയോ നാരായണ, ഞാൻ അങ്ങയ്ക്കെൻ്റെ നമസ്കാരം അർപ്പിക്കുന്നു. ജ്ഞാനം ഉണ്ടാകുന്ന മുറയ്ക്ക് ഇടയ്ക്ക് കർമ്മം ഒടുങ്ങിയെന്നും ഇല്ലെന്നും വരാം അല്ലേ. നമ്മൾ ശാസ്ത്രം പഠിക്കും തോറും, ഭഗവാനെ അറിയും തോറും, സാധനകൾ ചെയ്യും തോറും നമുക്ക് ജ്ഞാനമുണ്ടായാലും നമ്മളുടെ കർമ്മങ്ങൾ ഒടുങ്ങണമെന്നില്ല. തത്വാദിയെപ്പറ്റി ഉള്ളിൽ ഉദിച്ച ബോധം എൻ്റെ മനസ്സിൽ ഭഗവാനമേ എപ്പോഴും ഉണ്ടായിരിക്കണേ എന്നുള്ള പ്രാർത്ഥനയാണ് ഇവിടെ ചെയ്യുന്നത്. അതായത് ഈ അനന്തമായിരിക്കുന്ന നമ്മളുടെ ഈ ജനന മരണ സംസാര ചക്രത്തിൽ അകപ്പെട്ട നാം ആകുന്ന ജീവൻ പല പല ജീവിതങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നു അല്ലേ. ഓരോ ജന്മത്തിലും ഓരോ ജീവിതം അല്ലേ. ഓരോ ജീവിതത്തിൽ തന്നെ എങ്ങനെയാണ് ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം മുതലായ പല പല ഘട്ടങ്ങൾ. ഈ ഓരോ ഘട്ടത്തിലും നമ്മൾ എന്താണ് നിരന്തരമായി ചെയ്യുന്ന ഓരോ കർമ്മങ്ങൾ, പ്രവൃത്തികളുണ്ടല്ലേ. ബാല്യത്തിലൊരു പ്രവൃത്തി അല്ലേ, പല പല പ്രവൃത്തികൾ, അതിൽ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട പ്രവൃത്തികൾ നമ്മൾ അതിൽ മുഴങ്ങുക. അങ്ങനെ ഓരോ അവസ്ഥകളിലും നമ്മൾ എന്താണ് നിത്യവും കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇവയിൽ നിന്നെല്ലാം എന്താ നമ്മൾ പുണ്യവും പാപവുമൊക്കെ ആർജിക്കുന്നുണ്ട്. അതിൽ നിന്ന് നമുക്ക് വാസനകളുണ്ടാകും. അങ്ങനെ അതിനെയാണ് ഇവിടെ കർമ്മം എന്ന പദം കൊണ്ട് ആചാര്യൻ ഉദ്ദേശിക്കുന്നത്. ഈ ജീവികൾ ജനിക്കുന്നത് കർമ്മബന്ധനായിട്ടാണ് അല്ലേ. കർമ്മങ്ങൾ തീരാത്തത് കൊണ്ടാണല്ലോ നമ്മൾക്ക് വീണ്ടും ജന്മം. ഈ മുജ്ജന്മങ്ങൾ ആർജിച്ച കർമ്മവാസനകൾ അത് ഏതെങ്കിലും നമ്മൾ എന്താകും ഒരു അമ്മയുടെ ഗർഭപാത്രത്തിൽ എത്തിക്കുന്നു. ഈ കർമ്മവാസനകൾ നമ്മളെ ആ അമ്മയുടെ ഗർഭപാത്രത്തിൽ എത്തിയാലോ എന്താ ആ ജനിച്ച ശിശുവിൻ്റെ സ്വഭാവത്തിൻ്റെ രൂപീകരണവും നമ്മളുടെ സംസ്കാരത്തിൻ്റെ സവിശേഷതകളുമൊക്കെ ഈ കർമ്മവാസനയ്ക്ക് അനുസരിച്ചിരിക്കും.
ആ കർമ്മവാസനകളുടെ പ്രേരണ കൊണ്ട് ജീവിതത്തിൽ നമ്മൾ എന്താണ് വീണ്ടും വീണ്ടും കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. അതാണിവിടെ കർമ്മം എന്നതുകൊണ്ട് എഴുത്തച്ഛൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ശാസ്ത്രത്തിൽ പഠിച്ചിട്ടുണ്ട്, കർമ്മത്തെ സഞ്ചിതമെന്നും പ്രാരബ്ധമെന്നും ആഗാമിയെന്നും ഇങ്ങനെ 3ആയിട്ടാണ് തരംതിരിക്കുന്നത്. മുൻപ് ചെയ്ത കർമ്മങ്ങളെ അവ മുജ്ജന്മങ്ങളിൽ ചെയ്തവയാകാം, അതിനെ സഞ്ചിത കർമ്മങ്ങളെന്നും ആർജിച്ച കർമ്മങ്ങൾ എന്നും പറയാം. ആർജിത കർമ്മങ്ങൾ അത് നമ്മൾ ആർജിച്ചുകൊണ്ട് വരുന്നവ. ഈ സഞ്ചിത കർമ്മങ്ങളാണ് നമ്മൾക്ക് എന്താണ് വാസനകളായി നമ്മളുടെ സ്വഭാവത്തെ ക്യാരക്ടർ ഫോർമേഷൻ എന്ന് പറയാം. നമ്മളുടെ സ്വഭാവ രൂപീകരണത്തിൽ മുഖ്യ സ്ഥാനം വഹിക്കുന്നത് ഈ സഞ്ചിത കർമ്മങ്ങളാണ്. ജന്മവാസന എന്ന് നമ്മൾ സാധാരണ പറയുന്നത് അല്ലേ, ഒരാൾ ചിലപ്പം നല്ല സ്വഭാവമായിരിക്കാം, മോശ സ്വഭാവമാണ്, അപ്പം നമ്മൾ പറയാറില്ലേ ഇതൊക്കെ ഇവളുടെ ജന്മവാസനയാണെന്നും. അതാണ് സഞ്ചിതം എന്ന പേരിൽ ശാസ്ത്രം വിളിക്കുന്നത്. വാസനകളുടെ ഈ പ്രേരണ അനുസരിച്ചാണ് നമ്മൾ ഭൗതികമായ ജീവിക്കുന്നത്, ഭൗതികമായ അറിവുകൾ നേടുന്നത്. ഒരേ കുടുംബത്തിൽപ്പെട്ട ഒരേ പൈതൃകത്തിൽ ജനിച്ച കുട്ടികൾ, ഒരാൾ ഭക്തനും മറ്റൊരാൾ കള്ളനുമായി നമ്മൾ കഥകൾ കേട്ടിട്ടുണ്ട്. ഒരാൾ വളരെ ബുദ്ധിമാനും മറ്റൊരാൾ മന്ദബുദ്ധിയായും നമ്മൾ കാണാറുണ്ട്. ഒരാൾ മഹാപണ്ഡിതനും മറ്റൊരാൾ യോഗിയുമൊക്കെയായി കാണും. ഇങ്ങനെയുള്ള ഈ വ്യത്യസ്തത എന്തുകൊണ്ട്? ഒരേ അമ്മയിൽ നിന്ന് ജനിച്ചാലും നമ്മൾ പൂർവജന്മത്തിൽ കൊണ്ടുവന്ന കർമ്മങ്ങൾ, ഈ വാസനകൾ വ്യത്യസ്തമായതുകൊണ്ടാണ്. ഈ സഞ്ചിത കർമ്മത്തിൽ നിന്നുണ്ടായ ജന്മവാസന സാഹചര്യങ്ങളുടെ പരിധിക്കനുസരിച്ച് എന്താണ് നമ്മളുടെ ജീവിതത്തിൽ വീണ്ടും 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 നമ്മൾ കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കും. അതിനെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും ഈ വാസന അല്ലേ. ഈ പ്രേരണയ്ക്ക് വഴങ്ങിയാണ് നമ്മൾ വീണ്ടും കർമ്മം ചെയ്യുന്നത്. അതെന്തായി പ്രാരബ്ധമായി മാറും. അതിനെയാണ് പ്രാരബ്ധ കർമ്മം എന്ന് പറയുന്നത്. പ്രാരബ്ധ കർമ്മങ്ങളിൽ നിന്നുണ്ടാകുന്ന ഫലങ്ങളും അവയുടെ സ്വാഭാവികമായ വന്നു ചേരുന്ന കർമ്മങ്ങളെയാണ് ആഗാമി കർമ്മങ്ങൾ എന്ന് പറയുന്നത്. പ്രാരബ്ധ കർമ്മങ്ങൾ ചെയ്തു കഴിയുമ്പോൾ സഞ്ചിത കർമ്മങ്ങളുടെ ഭാഗമാകും ഈ പ്രാരബ്ധം അല്ലേ. അപ്പം നമ്മൾ ഇപ്പോൾ പ്രാരബ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്താ അത് ഈ സഞ്ചിതവുമായി യോജിച്ച് മാറും. പിന്നെ നമ്മൾ ഇനി ചെയ്യുന്നത് ആഗാമി കർമ്മങ്ങൾ ചെയ്ത് ഇനി ചെയ്യാനിരിക്കുന്ന അത് ചെയ്യുമ്പോഴെന്താ അതും പിന്നെ പ്രാരബ്ധമായി ഈ ആഗാമി കർമ്മങ്ങൾ മാറും. അതായത് ഇതിങ്ങനെ ഒരു ചക്രം പോലെ, ഈ പേരുകൾ സുപരിചിതമാണെങ്കിലും അല്ലെങ്കിലും എന്താ നാം മനസ്സിലാക്കേണ്ടത് ഇതൊരു ചക്രം പോലെ ഇങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കും. ഈ കർമ്മവും കർമ്മബന്ധവും വാസനയും പ്രാരബ്ധവുമെല്ലാം അല്ലേ. ഇങ്ങനെ പോയാൽ ഈ കർമ്മ വ്യപായം എന്ന് പറയുകയാണ്. അതായത് കർമ്മങ്ങളുടെ നിവൃത്തി എവിടെ എന്ന് ആചാര്യൻ ചോദിക്കുകയാണ്. കർമ്മത്തിൽ നിന്നും നമ്മൾക്ക് മോചനമില്ല അല്ലേ. അങ്ങനെ നമ്മളിങ്ങനെ വീണ്ടും വീണ്ടും പുനരഭിജനനം പുനരഭിമരണം ഇങ്ങനെ അലഞ്ഞുകൊണ്ടേയിരിക്കും. കർമ്മം ഒടുങ്ങാതെ എന്താ നമ്മൾക്ക് മുക്തിയും ഉണ്ടാവില്ല. അപ്പോൾ ഈ മോചനം എപ്പോഴാണ് സാധ്യമാകുക എന്ന് എഴുത്തച്ഛൻ പറയുകയാണ് അല്ലേ. നത്വം വരും പരിചു കർമ്മ വ്യപാഹമിത. അതായത് ജ്ഞാനമുണ്ടാകുമ്പോൾ കർമ്മം ഒടുങ്ങും. അതാണ് ജീവൻ മുക്തി മോക്ഷം എന്ന് പറയുന്നത്. അത് നേടിയവരാണ് നമ്മളുടെ പൂർവികരായ മഹാത്മാക്കളെല്ലാം. അപ്പോൾ ഭഗവത്ഗീതയിലുമൊക്കെ പറയുന്നുണ്ട് കർമ്മം നമ്മൾ കർമ്മയോഗമാക്കി മാറ്റിയാൽ നമ്മൾക്ക് ഈ പ്രാരബ്ധവും സഞ്ചിതവും ആഗാമിയും ഒന്നും അനുഭവിക്കേണ്ടി വരില്ല എന്ന്. എല്ലാം പരമാത്മാവിൽ സമർപ്പിച്ചുകൊണ്ട് ചെയ്താൽ അത് കർമ്മയോഗമായി മാറും. അങ്ങനെ നമ്മൾ എന്താണ് കർമ്മം ചെയ്ത് അത് കർമ്മവ്യപായമായി നമ്മൾക്ക് മാറ്റാൻ സാധിക്കുന്നതാണ്. ആ ഗീതയൊക്കെ ഇവിടെ പറയാതെ പറയുകയാണ് എഴുത്തച്ഛൻ ചെയ്യുന്നത്. അതാണ് അദ്ദേഹത്തിൻ്റെ സവിശേഷതയും അല്ലേ.
നമ്മളുടെ പുരാണ ഇതിഹാസങ്ങളെയൊക്കെ എന്തൊക്കെയാണോ പറഞ്ഞിരിക്കുന്നത് അത് മനോഹരമായി നമ്മൾക്ക് മലയാളികൾക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ള ഭാഷയിൽ പഠിപ്പിച്ചു തരികയാണ് എഴുത്തച്ഛൻ ചെയ്യുന്നത്. നമ്മൾക്കും എന്ത് കർമ്മം ചെയ്യുമ്പോഴും അത് ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് ഇനി മുതൽ ജീവിക്കുവാൻ ശ്രമിക്കാം. അങ്ങനെ നമ്മൾക്ക് ഈ ജ്ഞാനത്തിൻ്റെ ഫലമായി, ഭഗവത് അനുഗ്രഹത്തിൻ്റെ ഫലമായി ജീവൻ മുക്തിയിലേക്ക് ഉയരുവാൻ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കാം. അങ്ങനെ നമുക്ക് ഇന്ന് പഠിച്ച 2 ശ്ലോകങ്ങളും നമുക്ക് ഒരുമിച്ച് ചൊല്ലാം. ധക്കാമൃദംഗതുടി താളങ്ങൾ പോലെയുടൻ ഓർക്കാമതിന്നിലയിലെന്നോടമോർത്തുമമ നിൽക്കുന്നതില്ല മനമാളാനബദ്ധകരി തീ കണ്ട പോലെ ഹരിനാരായണായ നമഃ. നത്വം വരും പരിജു കർമ്മവ്യപായമിഹം മധ്യേ ഭവിക്കിലുമതില്ലെങ്കിലും കിമപി തത്വാദിയിൽ പരമുദിച്ചൊരു ബോധമതു ചിത്തേ വരേണ്ടതിഹ നാരായണായ നമഃ. നാരായണായ നമഃ. നാരായണായ നമഃ. നാരായണായ നമഃ. നാരായണായ നമഃ. നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമഃ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.